നമസ്കാരം. മലയാളദേശം ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായി തലസ്ഥാന നഗരത്തിൽ റിയാദ് മെട്രോ സർവീസിന് തുടക്കം. നവംബർ 27-ന് സൽമാൻ രാജാവ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിൽ ഡിസംബർ 1-ന് പുലർച്ചെ 6 മുതൽ ട്രെയിനുകൾ ഓട്ടം ആരംഭിച്ചു. ആദ്യ സർവീസിൽ തന്നെ യാത്രക്കാരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. 53ാമത് ദേശീയ ദിനാഘോഷത്തിനായി രാജ്യമെങ്ങും ഒരുക്കം പൂർത്തിയായി. ആധുനിക ബഹ്റൈൻ രാഷ്ട്രം സ്ഥാപിച്ചതിൻ്റെയും ഹമദ് രാജാവ് സിംഹാസനരൂഢനായതിൻ്റെ വാർഷികത്തിൻ്റെയും സ്മരണയ്ക്കാണ് ബഹ്റൈൻ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ആഘോഷത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന നിരവധി വിനോദ പരിപാടികൾ ഡിസംബറിൽ ഒരുക്കിയിട്ടുണ്ട്. ഖത്തറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ലെബാന് സഹായം തുടർന്ന് ഖത്തർ. ഇസ്രയേൽ ആക്രമണത്തിൽ ദുരിതത്തിലായ ലെബാനിലേക്ക് കൂടുതൽ സഹായവുമായി ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം തുടരുന്ന സഹായങ്ങളുടെ തുടർച്ചയായി മരുന്ന്, ആശുപത്രി സംവിധാനങ്ങൾ, അവശ്യവസ്തുക്കൾ എന്നിവ വിമാനത്താവളത്തിലെത്തിച്ചു. ലാറ്റിനമേരിക്കൻ ജേതാക്കളായി ബോട്ട ഖത്തറിലേക്ക്. 10 ദിവസത്തിനപ്പുറം ഖത്തറിൽ പന്തിരുളുന്ന ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിനായുള്ള 4ാമത്തെ സംഘമായി ബ്രസീലിയൻ ക്ലബ്ബ് ബോട്ടഫോഗോ. ലാറ്റിനമേരിക്കൻ ക്ലബ്ബ് ഫുട്ബോൾ പോരാട്ടമായ കോപ ലിബർട്ടാഡോസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നാട്ടുകാരായ അത്ലറ്റിക്കോ മിനീറോയെ തോൽപ്പിച്ചാണ് ബോട്ടഫോഗോ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിന് യോഗ്യത നേടിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ ഗൾഫ് റിലേറ്റഡ് ന്യൂസിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.